വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ആരും മറന്നു പോകരുത്. ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. ഓഗസ്റ്റ് 2-ാം തീയതി ആരും മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ എത്ര ദിവസമാണ് ബാക്കിയുള്ളത്? പഠിച്ചു തുടങ്ങിയവരും ശ്രദ്ധിക്കുക, പഠിച്ചു തുടങ്ങാത്തവരും ശ്രദ്ധിക്കുക. പഠിച്ചു തുടങ്ങിയവർ ഏകദേശം പഠിച്ചു തീർന്നിട്ടുണ്ടാവും അല്ലേ? പഠിച്ചു തീർന്നോ നിങ്ങൾ? അവസാനഘട്ട റിവിഷനിലാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക? നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അനാലിസിസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓരോ ഓപ്ഷനിൽ നിന്നും നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം. ഇനി നമുക്ക് വലിച്ചു വാരി പഠിക്കാനുള്ള സമയമേ ഇല്ല. ഇനി നമ്മൾ ഏകദേശം കറക്റ്റ് കണക്ക് കൂട്ടിയാൽ 30 ദിവസങ്ങളും ബാക്കി റിവിഷനും വേണ്ടി മാറ്റിവെക്കാൻ മാത്രമേ സമയമുള്ളൂ അല്ലേ? പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 30 ദിവസങ്ങൾ മാത്രമേ നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെക്കാവൂ. ബാക്കി ദിവസങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയേ ചെയ്യരുത്. അത് റിവിഷന് വേണ്ടി മാത്രം. എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോകുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ആദ്യം വേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എത്ര പേരുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും? 2016 മുതൽ ഈ 26 ഫെബ്രുവരി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നിങ്ങളുടെ കയ്യിൽ കളക്ഷൻ ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി ലെവലുള്ള ക്വസ്റ്റ്യൻസിനെ അറിഞ്ഞ് പരിശീലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ചോദിക്കും അല്ലേ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിട്ടും ചോദിക്കും, അല്ലാതെയും ചോദിക്കും. അപ്പോൾ എങ്ങനെ വന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഏകദേശം ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഒരുപാട് സോഴ്സുകളുണ്ട് അല്ലേ? ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ ടെലിഗ്രാമൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ചിലപ്പോൾ സോഴ്സ് നിങ്ങൾ തേടേണ്ടി വരും. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ഡേയ്സിലും ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ കറണ്ട് അഫയേഴ്സ് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ സാധിക്കും. അപ്പം മുന്നേയുള്ള ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഏകദേശം ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾക്കറിയാം 10 മുതൽ 18 ക്വസ്റ്റ്യൻ വരെ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. സിലബസ് മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ആരും ഇരിക്കേണ്ട. അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകും. മാത്രമല്ല എക്സാം ക്രാക്ക് ചെയ്യാനും സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരറ്റത്ത് നിന്ന് പഠിച്ച് ഇങ്ങറ്റത്ത് എത്തത്തില്ല എന്നുള്ളതാണ് അവിടെ വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഓപ്ഷനിലൂടെ പഠിച്ചു പോകുക എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുക്കുക, സിലബസും കയ്യിൽ എടുത്ത് വെക്കുക, അതിലെ കീവേഡ്സ് നോക്കി നോട്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ കൃത്യമായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. CA പഠിക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കാം. നിങ്ങൾക്ക് സ്വയം വിലയിരുത്തി മുന്നോട്ട് പോകാനും സാധിക്കും. ഇനി എൻ്റെ കയ്യിൽ 30 ദിവസങ്ങളല്ലേ ഉള്ളൂ, ബാക്കി ദിവസങ്ങൾ ടീച്ചർ റിവൈസ് ചെയ്യാനും പറഞ്ഞിരിക്കുന്നു, ഞാൻ എങ്ങനെ പഠിക്കും? അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും കേട്ടോ. അപ്പം അതിലൂടെ വേണം മുന്നോട്ട് പോകാൻ. അടുത്ത തവണ ഈ പോസ്റ്ററിൽ നിങ്ങളും ഉണ്ടായിരിക്കണം. സെറ്റ് ക്രാക്ക് ചെയ്തവരുടെ ലിസ്റ്റിൽ ഞാനും ഉണ്ടാകും എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ പരീക്ഷാ ദിവസങ്ങളാണ്. മനസ്സിൽ സെറ്റ് ചെയ്യുക, ടൈം സെറ്റ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പം നമുക്കിവിടെ ഒരു 30 ഡേയ്സിൻ്റെ ടൈം ടേബിൾ നോക്കാം. എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് ഞാൻ ടൈം ടേബിൾ തരാറുണ്ട്. 120, 90 ഡേയ്സ് അല്ലേ, 75 ഡേയ്സ്, 45 ഡേയ്സ്, 30 ഡേയ്സ് ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. അപ്പോൾ ദിവസങ്ങൾ കണക്കാക്കിയാണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഞങ്ങൾ CCA ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുക.
അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കാൻ തന്നെ ഒത്തിരി അധികം സമയം എടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ടൈം ടേബിളിലേക്ക് നോക്കാം. അപ്പോൾ 30 ഡേയ്സിന്റെ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ചാണ് നമ്മളിവിടെ ടൈം ടേബിളും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ 120 ഡേയ്സിന്റെ ടൈം ടേബിൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആർട്ടിക്കിൾസ് ചിലപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഒരു ബേസിലായിരിക്കും നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാകുക. എന്നാൽ ഇനി നമ്മുടെ മുന്നിൽ എത്ര ദിവസങ്ങളേ ഉള്ളൂ? വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 30 ഡേയ്സും കുറച്ച് റിവിഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡേയ്സും മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പോൾ നമുക്ക് അത്രയും പാർട്ടായിട്ട് പഠിക്കുവാനുള്ള സമയമില്ല അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഡാൻസ് ഫോം, അതുപോലെ ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കേണ്ടതായിട്ട് വരും. അത് അത്രയും പോർഷൻസും ഒരുമിച്ചിരുന്ന മൊത്തത്തിൽ പഠിക്കാൻ ശ്രമിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ മാത്രമേ പഠിച്ചു പോകാവൂ. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഡേ 1 ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഡാൻസ് ഫോം, ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ അത്രയും നമ്മൾ കുട്ടികളോട് പഠിക്കാൻ പറയുന്നു. നെക്സ്റ്റ് ഡേ വരുമ്പോൾ പ്രിപ്പോസിഷൻ വരും, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, സ്കൂൾസ് ഓഫ് ഫിലോസഫി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം മെൻറ്റേഴ്സ് പറയും ഇന്ന പാർട്ട് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളത്. ഓരോ ദിവസവും ലേണിംഗ് ടോപ്പിക്സ് കൊടുക്കും. ഇന്ന പാർട്ടുകൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഈ പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ മെൻറ്റർഷിപ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക. അല്ലാതെ വലിച്ചു വാരി പഠിക്കാൻ എല്ലാ വീഡിയോസും കണ്ട് ആ വീഡിയോസിൻ്റെ കംപ്ലീറ്റ് കണ്ടന്റും എഴുതി പഠിച്ചുകൊണ്ടിരിക്കാൻ ഇനി നമുക്ക് സമയമില്ല. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ. അപ്പോൾ സെക്കൻഡ് ഡേയിൽ അത്രയും നിങ്ങളോട് പഠിക്കാൻ പറയും. അടുത്ത തേർഡ് ഡേയിൽ യൂസേജ് 1 and 2 പഠിക്കാൻ പറയും, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ പറയും, എമിനന്റ് തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കാൻ പറയും. അപ്പോൾ ഈ പാർട്ടിൽ നിന്നൊക്കെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതും ടീച്ചേഴ്സ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്ര വർഷങ്ങളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ആ പാർട്ട് നിങ്ങൾ നോക്കണം. ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകത്തുള്ളൂ കേട്ടോ. അടുത്ത 4th ഡേ വരുമ്പോൾ ഫ്രേസൽ വെർബ്സ്, കേരള ആർട്സ് ആൻഡ് കൾച്ചർ, വാല്യൂ എഡ്യൂക്കേഷൻ ഇത്രയും നിങ്ങളോട് പഠിക്കാൻ പറയും. അതുപോലെ ഓൺവേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 5th ഡേ വരുമ്പോൾ പഠിക്കണം. കേരള റിനേസൻസ് യൂണിറ്റ് 4 മൊഡ്യൂൾ 1 റിവിഷനാണ് അവിടെ നടക്കുന്നത്. ഇനി അടുത്ത 6th ഡേ വരുമ്പോൾ ഇഫ് ക്ലാസ്, കേരള റിവോൾട്ട്, പിന്നെന്താണ് ടെൻസ്, IT. 7th ഡേ വരുമ്പോൾ പിന്നെ റിവിഷനാണ്. അപ്പം നമ്മൾ ഓരോ വീക്കിലും നിങ്ങൾ കടന്നു പോകുന്നത് ഏകദേശം സബ്ജക്റ്റിന് ജനറൽ പേപ്പറിനുമായിട്ട് ഏകദേശം 5 ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കടന്നു പോകും. ഈ 5 ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനി എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഏതൊക്കെ പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിച്ച പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോ എന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നോട്ട് ചെയ്ത് എഴുതി പഠിക്കുകയും വേണം. അപ്പം അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈമും നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ ഈ 30 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. 30 ദിവസം ഞാൻ 1 മണിക്കൂർ പഠിക്കാം, നടക്കത്തില്ല. ആ ഒരു ഒറ്റ കാര്യം നടക്കത്തില്ല കേട്ടോ. 1 മണിക്കൂർ ടീച്ചർ തരുന്ന ലൈവ് ക്ലാസ് മാത്രം കയറി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും, ആ ഒരു ധാരണ ആർക്കും വേണ്ട. കൃത്യമായിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഉറപ്പുള്ള കാര്യമാണ്. 1 മണിക്കൂറിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളുമാണ് അവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ആ ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് കവർ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ എഫർട്ടും ടീച്ചർ തരുന്നതും പിന്നെ കുറച്ച് എന്തുവാണ്, ഭാഗ്യവുമാണെന്ന് അത് നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അത് നിങ്ങൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാനും സാധിക്കും അല്ലേ. ഇനി റിവിഷനാണ് അടുത്ത 9th ഡേ പോകുന്നു. റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി, പിന്നെ എന്താണ് ടെൻസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ്, ഓക്സിലറി വെർബ്, ടൈം ആൻഡ് വർക്ക്, അങ്ങനെ പോകുന്നു. ഇനി നിങ്ങൾക്ക് സിലബസ് നോക്കുമ്പോൾ 10th ലെവൽ മുതലുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 10th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റുകളെല്ലാം കവർ ചെയ്തതിന് ശേഷം അടുത്തയിലേക്ക് കടക്കാം എന്നുള്ള രീതിയിൽ പോകരുത്. ഒരു പക്ഷേ അവിടെ മാത്സ് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, കേരള റിനേസൻസ്, അങ്ങനെ തുടങ്ങി കുറേയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇംഗ്ലീഷിൽ നിന്നോ 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മാത്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വരാം, ഇല്ലെന്നും വരാം. അപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് പരിശോധിക്കുമ്പോൾ പല രീതിയിലാണ് ഓരോ
പ്രാവശ്യവും കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ടീച്ചറിനെ അല്ലെങ്കിൽ ഒരു മെൻറ്ററിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇന്ന പാർട്ടിൽ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാം. അല്ലാതെ 10th ലെവലിലാണ് എന്ന് പറഞ്ഞ് സയൻസ് മുഴുവനായിട്ട് പഠിക്കാതിരിക്കുക, മാത്സ് മുഴുവനായിട്ട് പഠിക്കാതിരിക്കുക, ആ ഒരു രീതി മുന്നോട്ട് പിന്തുടരരുത് കേട്ടോ. ഇനി PSCക്ക് പഠിക്കുന്നവരാണെങ്കിൽ, നല്ല ഡീപ്പായിട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ GK പാർട്ടൊക്കെ അവർക്ക് ഒരുവിധം കവർ ചെയ്യാൻ സാധിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. കേരള റിനേസൻസ് എഴുതാൻ സാധിക്കും. IT-യുടെ പാർട്ട് കവർ ചെയ്യാൻ സാധിക്കും. മാത്സ്, ഇംഗ്ലീഷ് ആ പാർട്ടൊക്കെ, സയൻസ് ഈ പാർട്ടൊക്കെ കവർ ചെയ്യാൻ സാധിക്കും. ഒന്നുമല്ല, CA പാർട്ട് തന്നെ ഈ പറഞ്ഞ 1 മുതൽ 18 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്കുള്ളത് ഏത് പാർട്ടാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ BEd പഠിച്ചാലേ സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാവുന്ന ഒരു പോർഷനാണ്. ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇയർ ഗ്യാപ്പ് വന്നവരാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ബുക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു റിവൈസ് ചെയ്യുന്ന ഒരു ഫീലിലൂടെ കടന്നു പോകാനും സാധിക്കും. അപ്പോൾ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യുക. പാസ് പെർസെൻറ്റേജ് മാത്രം വാങ്ങിച്ച് മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യുക, ആ പെർസെൻറ്റേജ് തന്നെ നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളതാണ് കേട്ടോ. 2 സബ്ജക്റ്റും ശ്രദ്ധിക്കുക. ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് എളുപ്പം ആ സബ്ജക്റ്റിന് കൂടുതൽ പെർസെൻറ്റേജ് വാങ്ങിക്കുക. മറ്റേ സബ്ജക്റ്റിന് പാസ് പെർസെൻറ്റേജ് വാങ്ങിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അങ്ങനെ ഇതിപ്പോൾ 12ാമത്തെ ദിവസമാണ്. അങ്ങനെ 13ാമത്തെ ദിവസം വരുന്നു. അങ്ങനെ ഓരോ പോർഷൻസും വളരെ കൃത്യമായിട്ട് പഠിച്ചു വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ ഇങ്ങനെ ഓരോ വീക്കിലും നമുക്ക് എന്ത് വരുന്നുണ്ട്? റിവിഷൻ വരുന്നുണ്ട്. പിന്നെ 22ാമത്തെ ദിവസമാണ് ലാസ്റ്റ് പാർട്ടിലേക്ക് പോകുമ്പോൾ റിവിഷൻ വരിക. പിന്നെ വരുന്നത് 30ാമത്തെ ദിവസമാണ്. അവിടെ റിവിഷനും മോഡൽ എക്സാമും ആണ്. വെറും മോഡൽ എക്സാം അല്ല ഇവിടെ നടത്തുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എഴുതിയവരാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും. ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം 10 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും 120 മാർക്കിന്റെയാണ്. നിങ്ങളുടെ എക്സാമിന്റെ അതേ ബേസിലാണ് കടന്നു പോകുന്നത്. അതുപോലെ സബ്ജക്റ്റ് പേപ്പറും ഏകദേശം 5 എക്സാം 120 മാർക്കിന് തന്നെയാണ് പോകുന്നത്. അങ്ങനെ മൊത്തം 15 എക്സാംസ് കടന്നുപോയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? LBS സെന്ററിന്റെ സെറ്റ് എക്സാം എഴുതാൻ പോകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുള്ളൂ. അല്ല CC ക്ലാസ്സുകൾ തരുന്നുണ്ട്, ആ ക്ലാസ് 1 മണിക്കൂർ എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവസാനത്തെ 15 എക്സാം ഞാൻ എഴുതി ക്രാക്ക് ചെയ്യും, ആ ഒരു രീതിയല്ല. നിങ്ങളുടെ എഫർട്ട്, നിങ്ങൾ എത്രത്തോളം എഫർട്ട് ഇടുന്നോ അത്രത്തോളം റിസൾട്ട് മുന്നിലേക്ക് വരും. കൂടെ ഈ എക്സാമും ക്ലാസ്സുകളും ആപ്പിലെ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം നിങ്ങളെ സഹായിക്കും എന്നത് മാത്രമാണ്. ഇപ്പൊ നമ്മുടെ CCAയുടെ 30 ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നോക്കൂ, August 2 പ്ലാൻ കൃത്യമായിരിക്കണം. കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവൂ. എന്നാൽ മാത്രമേ റിസൾട്ടിൽ നിങ്ങളുടെ പേരും ഉണ്ടാകുകയുള്ളൂ എന്ന ബോധം നിങ്ങൾക്ക് വേണം. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകളെല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ലൈവ് സെഷൻസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, വീക്ക്ലി റിവിഷൻ ആൻഡ് എക്സാം മോക്ക് ടെസ്റ്റ് ആൻഡ് അനാലിസിസ്, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്, അപ്ഡേറ്റഡ് PDF മെറ്റീരിയൽസ്. അപ്പൊ ആവശ്യമായിട്ടുള്ള നോട്ട്സിന്റെ എല്ലാത്തിൻ്റെയും PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ 2016 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്തിട്ടുള്ള ലൈവ് സെഷൻസ് ആണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ മെന്റർഷിപ്പും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്ന ലേണിംഗ് ടോപ്പിക്സ് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ഇത്തവണത്തെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.